സോ ഹലോ ഗൈസ്. ഇന്ന് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ് അബൌട്ട് അവർ പാരൻസ്. ചിലർക്ക് അവര് ഭയങ്കര നോയ്സൻസ് ആയിട്ട് തോന്നാം, ചിലർക്ക് അവര് ഭയങ്കര ടോക്സിക് ആയിട്ട് തോന്നാം. ചിലർക്ക് ഒരു എനിമി ആയിട്ട്, ശത്രുവായിട്ട് പാരൻസ് മാറാല്ലേ. ബട്ട് ഇൻ മൈ എക്സ്പീരിയൻസ്, ഇൻ മൈ ഒപ്പീനിയൻ, പാരൻസ് ആൾസോ അവരും ആദ്യമായിട്ട് ജനിക്കുന്ന ഒരു പുരുഷനും സ്ത്രീയുമാണ്. ആദ്യമായിട്ട് ജീവിതത്തിലൂടെ വന്ന, അല്ലെങ്കിൽ ആദ്യമായിട്ട് പാരന്റ്ഹുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരും ഇത് ആദ്യത്തെ തവണയാണ്. ഇറ്റ് ഈസ് ആൾസോ ദെയർ ഫസ്റ്റ് ടൈം. സോ ദർ ട്രൈങ് ദെയർ മാക്സിമം. അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതിന് പകരന്മാരെ വെറുക്കാനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനൊന്നും പാടില്ല. സോ ബേസിക്കലി ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും തിരിച്ച് ഉപദ്രവിക്കാതിരിക്കുക. ആൻഡ് പൊതുവെ ആണുങ്ങൾക്കുള്ളൊരു സംഭവമാണ് അത്. അത് പറയുന്നത് വെച്ചാൽ സ്ത്രീകൾക്കും ഉണ്ടാവും, പക്ഷെ എനിക്കത് അറിയില്ല, പേഴ്സണൽ അറിയില്ല, റിലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. എനിക്കും പിന്നെ പൊതുവേ ഞാൻ കണ്ടിട്ടുള്ള ഒരു ആണുങ്ങൾക്കുള്ള പ്രത്യേക സ്വഭാവമാണ് അച്ഛന്മാരോട് ചെറിയൊരു അകൽച്ച, അല്ലെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ഹീറോ, അയാളുടെ ഏറ്റവും വലിയ ഹീറോ എന്ന് പറയുന്ന അയാളുടെ അച്ഛൻ തന്നെ ആയിരിക്കും, ഒരു പുരുഷനെ വെച്ച് നോക്കുവാണെങ്കിൽ, സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ. പക്ഷെ പിന്നെ പിന്നെ ഒരു 20 വയസ്സ് കഴിയാൻ നേരത്ത് ആ ഒരു ഗതി മാറും. ആ ഒരു എന്താ പറയാ, ഒരു അകൽച്ച വരും, സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാവും. അത് എന്താന്ന് ഒരു സൈക്കോളജിയായിട്ട് മനസ്സിലായിട്ടില്ല. നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥ ഉണ്ടാവും. അത് മേ ബി എന്താ പറയാ, അച്ഛൻ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും വളരാൻ പറ്റിയില്ല എന്നൊരു ഫീലിംഗ് ആയിരിക്കാം. ചിലപ്പോൾ അത് എന്താ, നമുക്കത് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എത്രമാത്രം നമുക്ക് വേണ്ടി ശ്രമിച്ചാൽ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കാം. ചില സമയങ്ങളിൽ അത് എന്താ പറയാ, നമുക്കത് അങ്ങോട്ട് കാണിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തോ ഒരു ഇൻഫീരിയർ കോംപ്ലക്സ്. പുള്ളിക്ക് പ്രായമാവുന്നു, നമുക്ക് നമ്മൾ ആ ഒരു പ്രായത്തിലോട്ട് എത്തുന്നു, പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് വേണ്ടി, അവരെ സഹായിക്കാനായിട്ട്. കൊച്ചിലെ കുറെ ഡ്രീം ചെയ്തിട്ടുണ്ട്. അതായത് അച്ഛൻ നമ്മളെ കുറിച്ചെല്ലാം പ്രൗഡ് ആവുന്ന നിമിഷം നമ്മളും അച്ഛനെല്ലാം ഒരുമിച്ച് നിൽക്കുന്നു. ആ ഒരു അവസ്ഥ, ആ ഒരു സ്റ്റേജ് ഇതുവരെ എത്തിയിട്ടില്ല. സോ ആ ഒരു പ്രശ്നം എല്ലാ ആണുങ്ങളും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കും ഉണ്ട്, ആൻഡ് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടായിട്ട് ഞാൻ കാണുന്നുണ്ട്. സോ എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ് വി ലവ് യു. അച്ഛന്മാരായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, എന്റെ കാര്യം നോക്കുവാണെങ്കിൽ ദേ വർ സോ സിൻസിയർ, ദേ വർ സോ ട്രൈങ്, ആൻഡ് ജസ്റ്റ് വാണ്ട് യു ടു നോ ഐ ലവ് യു ഗൈസ്.